കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ ഭാര്യയെ വെട്ടിക്കൊന്ന ഭർത്താവിൻ്റെ, അതായത് യാസിറിൻ്റെ വാർത്ത നമ്മളെല്ലാം കണ്ടു. പക്ഷേ ഈ യാസിറിന് താമരശ്ശേരി ചുരം കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പനയുണ്ട്, ഒരു കടയുടെ മറവിലാണ് അത്തരം ലഹരി വിൽപ്പന നടത്തുന്നത് എന്ന സൂചനയൊക്കെ പലരും പറയുന്നുണ്ട്. ഇപ്പോൾ ഈ നാട്ടുകാരൻ തന്നെയായിട്ടുള്ള വിജീഷ് നമുക്കൊപ്പം ചേരുകയാണ്. ഇത്തരത്തിൽ യാസിറിനൊരു ലഹരി കച്ചവടവുമായി ബന്ധമുണ്ടോ? അതേത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നറിയാമോ? യാസിർ ലഹരി കച്ചവടത്തിന് ഉണ്ട് എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ചുരം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു തട്ടുകട നടത്തുന്നുണ്ട് അവരെ ഈ യാസറിൻ്റെ സുഹൃത്തിൻ്റെ കടയാണ് അത്. ഈ അടിവാരം കേന്ദ്രീകരിച്ച് ഭയങ്കര വലിയ തോതിൽ ലഹരി കച്ചവടം നടക്കുന്നതുകൊണ്ട് അടിവാരം കേന്ദ്രീകരിച്ച് അവിടെ ഒരു ലഹരി വിരുദ്ധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. അതിനുശേഷം ആ കട അടഞ്ഞു കിടക്കുകയാണ്. അതിനുശേഷം അത് തുറന്നിട്ടില്ല എന്നാണ് നമ്മൾ അന്വേഷണം പറയാൻ കഴിഞ്ഞത്. അത് എത്ര നാൾ പ്രവർത്തിച്ചിട്ടുണ്ട്? ഏകദേശം അത് കുറഞ്ഞ കാലം പ്രവർത്തിച്ചിട്ടുണ്ട്. അവൻ്റെ സുഹൃത്തുക്കളാണ് ഇത് മാറി മാറി ആൾക്കാർ ചെയ്യുന്ന കടയായിരുന്നു. അത് ഇതിൻ്റെ അവൻ്റെ സുഹൃത്ത് ഏറ്റെടുത്ത് നടത്തുമായിരുന്നു. അതിൽ ഇവൻ നിന്നിരുന്നു, കടയിൽ നിന്നിരുന്നു, കച്ചവടത്തിന് വേണ്ടി നിന്നിരുന്നു. അതിൻ്റെ മറവിൽ അവർ കച്ചവടം നടത്തുന്നുണ്ടായിരുന്നു എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. ഇതെങ്ങനെ, ഈ കച്ചവടത്തിൻ്റെ രീതി എങ്ങനെയായിരുന്നു? അത് വെച്ച് പിന്നെ കുറേ കാലം അങ്ങനെ മുന്നോട്ട് പോയോ? അത്രയും കാര്യങ്ങളൊക്കെ അറിയോ? കുറച്ചു കാലം മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് അറിയുന്നത്. പിന്നീടാണ് ഈ ലഹരി മുഴുവൻ വരുന്നത് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് ചുരമിറങ്ങിയാണ് വരുന്നത്. അടിവാരം ഈ താമരശ്ശേരി ഭാഗങ്ങളിലേക്ക് എത്തുന്നത് ചുരം കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ബാക്കിയുള്ള കുറഞ്ഞ സാധനങ്ങൾ സെയിൽ ചെയ്യുന്ന ചുരം കേന്ദ്രീകരിച്ച് തന്നെയാണ്. ഇതൊരു ഘട്ടത്തിൽ പോലും പോലീസിൻ്റെ ശ്രദ്ധയിലൊന്നും പെട്ടില്ല. പോലീസിന് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പല രീതിയിലുള്ള അത് ഇൻഫർമേഷൻ പോലീസിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെയും അതൊന്നും ഗവനിക്കാതെയാണ് പോലീസ് മുന്നോട്ട് പോയിട്ടുള്ളത്. മറ്റെന്തെങ്കിലും ലഹരിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നടത്തുന്നുണ്ടോ ഇതല്ലാതെ? യാസർ എന്ന് പറഞ്ഞ വ്യക്തി ആദ്യം മുതൽക്ക് കഞ്ചാവ് യൂസ് ചെയ്യുന്നൊരു വ്യക്തിയാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയുന്ന ഒരാൾ. എൻ്റെ ഈ വീടിൻ്റെ അടുത്തൊക്കെ വന്നിട്ട് കഞ്ചാവ് യൂസ് ചെയ്യുമ്പോൾ ഞങ്ങൾ അവിടുന്ന് ഓടിച്ചിട്ട് ഉള്ള ചരിത്രങ്ങളുണ്ട്. പിന്നെ ഈ കല്യാണം കഴിക്കുന്നതിനൊക്കെ മുന്നേ ആയിട്ട് ആ രീതിയിൽ, അതായത് കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾ യാസിർ ഉപയോഗിച്ചിരുന്നു. അതുമാത്രവുമല്ല, ഏറ്റവും ഒരു ഗുരുതരമായ കാര്യമെന്ന് പറയുന്നത് താമരശ്ശേരി ചുരം കേന്ദ്രീകരിച്ച് ഒരു കട നടത്തുന്നു. ആ കടയുടെ മറവിൽ ലഹരി വിൽപ്പന നടത്തുന്നു. പിന്നീട് അത് ലഹരിക്കെതിരെ ഒരു ജാഗ്രതാ സമിതിയൊക്കെ വരുന്ന സമയത്താണ് അത് പൂട്ടിയത് എന്നും പറയുന്നു. എന്തായാലും അത്തരത്തിലുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് യാസിറിനെ കുറിച്ച് നാട്ടുകാർ തന്നെ പങ്കുവയ്ക്കുന്നത്. യാസ്പി റാമിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.